ഒക്ടോബർ 27 വിശുദ്ധ ഫ്രെമന്റിയൂസ്. അമ്മാവനായ മെട്രോപിയോസിനൊപ്പം സഹോദരന്മാരായ എദോസിയോസും ഫ്രെമന്റിയൂസും ഡയമണ്ട്സും മറ്റു രത്നങ്ങളും ശേഖരിക്കുന്നതിനായി എത്യോപ്യയിലേക്ക് പുറപ്പെട്ടു. ചെങ്കടലിലെ ഒരു തീരത്ത് അവരുടെ കപ്പലെടുത്തപ്പോൾ റോമാക്കാർക്കെതിരെ പടപെട്ടിക്കൊണ്ടിരുന്ന കാട്ടാളന്മാർ ആ 2 കുട്ടികളെ ഒഴിവാക്കി ബാക്കി എല്ലാവരെയും വധിച്ചു. കുട്ടികളെ അസുമായിൽ വസിക്കുന്ന കാട്ടാള രാജാവിന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രാജാവ് ഇളയ സഹോദരനെ ഭക്ഷണം വിളമ്പുന്നവനാക്കി ഫ്രെമന്റിയൂസിനെ സ്റ്റേറ്റ് സെക്രട്ടറിയും ഗജാഞ്ചിയുമാക്കി. ഈ 2 സഹോദരന്മാർ രാജാവിനൊപ്പം സന്തോഷത്തിലും സമാധാനത്തിലും ജീവിച്ചു. രാജാവ് മരിക്കാറായപ്പോൾ 2 പേർക്കും സ്വാതന്ത്ര്യം നൽകി. രാജ്ഞി അവരുടെ സേവനം തുടർന്ന് ആവശ്യപ്പെടുകയും അവർ വിശ്വസ്തയോടെ അത് ചെയ്യുകയും ചെയ്തു. അതേസമയം ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തു. രാജകുമാരന്റെ ഭരണമായപ്പോൾ അവരുടെ സേവനം തുടരാൻ ആവശ്യപ്പെട്ടുവെങ്കിലും എദേസിയൂസ് ടയറിലേക്ക് മടങ്ങി ഒരു വൈദികനായി. ഫ്രെമന്റിയൂസ് അലക്സാണ്ട്രിയയിലേക്ക് പോയി മാർ അത്തനേഷ്യസിനെ കണ്ട് എത്യോപ്യയിലെ മാനസാന്തരത്തിനായി ഒരു ബിഷപ്പിനെയും കുറെ പുരോഹിതന്മാരെയും അയക്കാൻ ആവശ്യപ്പെട്ടു. ഫ്രെമന്റിയൂസിനെ മെത്രാനായി അഭിഷേകിച്ച് എത്യോപ്യയിലേക്ക് ജോലി പൂർത്തിയാക്കാൻ ആവശ്യപ്പെട്ടു. അസുമിയയിലേക്ക് മടങ്ങി അനേകരെ ക്രിസ്തുമതത്തിലേക്ക് ആകർഷിച്ചു. അസുമിയയിലെ ജനങ്ങൾ അദ്ദേഹത്തെ അബുനാബ അഥവാ അബ്ബാ സലാമ എന്നാണ് വിളിച്ചിരുന്നത്. അബിസീനിയൻ മെത്രാപ്പൊലീത്തമാരെ ഇപ്പോഴും ഇങ്ങനെയാണ് അഭിസംബോധന ചെയ്യപ്പെടുന്നത്. 72-ാമത്തെ വയസ്സിൽ തനിക്കുള്ള സമ്മാനം വാങ്ങാൻ സ്വർഗത്തിലേക്ക് പുറപ്പെട്ടു.